തദ്ദേശ തിരഞ്ഞെടുപ്പ് ദിവസം UDF സ്ഥാനാർത്ഥിയെ ശ്രീകണ്ഠപുരം നഗരസഭയിലെ നെടുങ്ങോം വാർഡിൽ ബൂത്തിൽ മർദ്ദിച്ചതായും അപമാനിച്ചതായും ഉള്ള ആരോപണം കള്ളപ്രചരണമാണെന്ന് CPIM MLAയും കോൺഗ്രസ് നേതാക്കളും നടത്തുന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും CPIM നേതാവും ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗവുമായ PV ചന്ദ്രൻ പറഞ്ഞു. ശ്രീകണ്ഠപുരം നഗരസഭ 15ാം വാർഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് അപവാദ പ്രചരണങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പ്രസ്താവന നടത്തേണ്ടി വന്നിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം മുതൽ MLAയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥി ഷീജയെ മർദ്ദിച്ചു അപമാനിച്ചു എന്ന് പറയുന്ന നിലയിലേക്കുള്ള കള്ളപ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ മുതൽ തന്നെ ബൂത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. 6:55 തന്നെ ഓപ്പൺ ബോട്ട് സംബന്ധമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് ഏകദേശം ഒരു 9 മണിയോടുകൂടി മറ്റൊരു ഓപ്പൺ ബോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് തടസ്സവാദം ഉന്നയിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. തട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന KK മുഹമ്മദിന്റെ വോട്ട് ചെയ്യുന്നത് ഓപ്പൺ വോട്ട് ചെയ്യുന്നതിന്റെ തടസ്സവാദം ഉന്നയിക്കുന്ന നിലയാണ് ഉണ്ടായത്. പക്ഷെ ഓപ്പൺ ബോട്ട് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെയാണ് ഓപ്പൺ ബോട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് പൂർണ്ണമായി കണ്ണ് കാണാത്ത നിലയിലേക്കാണ് ഓപ്പൺ ബോട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യവും മുൻകൂട്ടി തന്നെ അന്ന് ഓപ്പൺ ബോട്ട് ചെയ്ത ആളെ ചുമതലപ്പെടുത്തുകയുണ്ടായി. പക്ഷെ അയാളുടെ ധാരണക്കുറവ് നിമിത്തം ഫോറം ഫില്ലപ്പ് ചെയ്യാതെ വരികയും ബൂത്തിനകത്ത് തിരിച്ച് ഇറങ്ങുന്ന ഒരു നിലയും കാർഡ് എടുക്കാത്ത ഒരു സ്ഥിതിവിശേഷവുമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ആ വോട്ടുമായി ബന്ധപ്പെട്ട് വീണ്ടും ഓപ്പൺ വോട്ട് ചെയ്യുന്ന നിലയുണ്ടായിട്ടുള്ളത്. 2 മക്കളുടെ സമ്മതപ്രകാരമാണ് പിന്നീട് വോട്ട് ചെയ്യുന്ന നില ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന നിലയിൽ ഭീഷണിപ്പെടുത്തി എന്ന നിലയിൽ ഉൾപ്പെടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വേറെ ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടാകുന്ന നില ഉണ്ടായിട്ടില്ല. ഈ സ്ഥാനാർത്ഥിയുമായോ മറ്റോ ഒരു സംസാരവും ഉണ്ടാകുന്ന നിലവിൽ ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥി നടത്തുന്ന പ്രചരണങ്ങൾ തീർത്തും കള്ളപ്രചരണമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ സ്ഥാനാർത്ഥി വന്നതു മുതൽ തന്നെ വിവിധ തരം പരാതികൾ കൊടുക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഉൾപ്പെടെ പ്രചരണം നടത്തുന്ന നില ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീകണ്ഠപുരം സ്റ്റേഷനിൽ വിവിധ തരം പരാതികൾ നൽകുന്ന നില വിവിധ ആളുകളുടെ പേരിൽ നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. നെടുങ്ങോം പ്രദേശം എന്ന് പറഞ്ഞാൽ CPMന്റെ LDFന് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്തുള്ള മാപ്പിനി പ്രദേശത്താണ് സ്ഥാനാർത്ഥി താമസിക്കുന്നത് തന്നെ. സ്ഥാനാർത്ഥിയുടെ കുടുംബം മുമ്പ് LDFന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. പക്ഷേ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയാണ് വോട്ട് ചെയ്യാത്തത്. പോരാതെ ഈ സ്ഥാനാർത്ഥി ഷീജ എൻ്റെ ഇളയമയുടെ മകൻ്റെ മകൾ കൂടിയാണ്. പക്ഷേ കുറേ നാളുകളായി തുടർച്ചയായി ഞങ്ങൾ മറ്റു ഒരു വിഷയവുമായി റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിലയിലുള്ള സംസാരമോ കാര്യങ്ങളോ ആ വീടുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാത്തത്. അപ്പോൾ ആ നിലയിൽ ഈ നടത്തുന്ന പ്രചരണങ്ങളെല്ലാം തെറ്റായ നിലയിൽ മുൻ വിരോധം വെച്ച് നടത്തുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ നിലയിൽ നടത്തുന്ന പ്രചരണങ്ങൾ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. UDF സ്ഥാനാർത്ഥി ബൂത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമങ്ങൾ നടത്തിയതായും വോട്ടറെ അപമാനിക്കുന്ന സ്ഥിതി സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതായും ഇരിക്കൂർ MLA സജീവ് ജോസഫ് ഇത്തരം കള്ളപ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതാണെന്നും വാർഡ് LDF സെക്രട്ടറിയും LDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റുമായ വർഗീസ് പറഞ്ഞു. ഇന്നലെ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നെടുങ്ങോം 15ാം വാർഡിൽ വലിയ അക്രമ സംഭവങ്ങൾ നടന്നു എന്നുള്ള നിലയിലുള്ള UDF സ്ഥാനാർത്ഥി ഷീജയുടെ അപവാദ പ്രചരണങ്ങളെ തള്ളിക്കളയുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നെടുങ്ങോം വാർഡ് എന്ന് പറയുന്നത് CPIMന്റെ ഏറ്റവും ഉജ്ജ്വലമായ ജനങ്ങൾ അധിവസിക്കുന്ന പാർട്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. സ്ഥാനാർത്ഥിത്വം നൽകിയതിന് ശേഷം ഷീജ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ അപഹസിക്കുന്നതിനും വ്യക്തിപരമായി അവഹേളിക്കുന്നതിനും അതുപോലെ തന്നെ വാർഡിനകത്ത് വിവിധ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിനെയെല്ലാം പാർട്ടിയുടെയും ഇടതുപക്ഷ മുന്നണിയുടെയും പ്രവർത്തകർ സംയമനത്തോടെയാണ് നേരിട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ദിവസമായ ഇന്നലെ രാവിലെ ആദ്യത്തെ ഓപ്പൺ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഷീജ DYSPയെ നേരിട്ട് ബന്ധപ്പെട്ട് പോലീസ് ബന്ദോബസ്ത് ആവശ്യപ്പെട്ടു എന്നാണ്. അതിനുശേഷമാണെന്ന് തോന്നുന്നു ബൂത്തിനകത്ത് പോലീസ് ഓഫീസർമാരെത്തുകയും അവിടെ ഉണ്ടായിരുന്ന ചീഫ് ഏജന്റിനെയും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം പുറത്താക്കുകയും
ബൂത്തിൻ്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുക്കുകയും ചെയ്തത്. ഏകദേശം ഉച്ചയോടുകൂടിയാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന നില ഷീജയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. വോട്ടറെ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്രോസ് വിസ്താരം നടത്താനുള്ള അധികാരം സ്ഥാനാർത്ഥിക്കില്ല എന്നുള്ള നിലയിൽ അവരോട് സംസാരിക്കുകയും അതിനുശേഷമാണ് ഞാൻ അവരെ മർദ്ദിച്ചു എന്നെല്ലാം പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന നിലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ 40 വർഷമായി ഈ പ്രദേശത്ത് രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആളുകളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ്. ഞാൻ നെടുങ്ങോം വാർഡിലെ പാർട്ടി വാർഡ് സെക്രട്ടറിയും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാർഡ് സെക്രട്ടറിയും കൂടിയാണ്. സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റുമായിരുന്നു. അതുകൊണ്ട് ഏതവസരത്തിലും എനിക്ക് ബൂത്തിനകത്ത് പ്രവേശിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ ഉള്ള നിയമപരമായ യാതൊരു തടസ്സവുമില്ല. ഷീജ താമസിക്കുന്നത് പാർട്ടി 90% ആളുകളും പാർട്ടിയിൽ അണിനിരന്നിട്ടുള്ള മാപ്പിനി പ്രദേശത്താണ്. ഇന്ന് വരെ ഷീജയ്ക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും നിലയിലുള്ള ഭീഷണിയോ മറ്റ് മർദ്ദനങ്ങളോ ഏൽക്കുന്ന ഒരു നില ഉണ്ടായിട്ടില്ല. ഷീജ രാവിലെ മുതൽ തന്നെ വലിയ പ്രകോപനാണ് ബൂത്തിനകത്ത് സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഏറ്റവും അവസാനം ഈ പ്രകോപനങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മിനി വർഗീസ് പോലീസിനോട് നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇവരെ പോളിംഗിന് ശേഷം അവരുടെ വീട്ടിൽ എത്തിക്കണമെന്ന്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുകയും പോളിംഗിന് ശേഷം കോൺഗ്രസിന്റെ മണ്ഡല നേതാക്കൾ ഉൾപ്പെടെ വന്നിട്ടും ഷീജ വാഹനത്തിൽ കയറാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ പോലീസ് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പോലീസ് വാഹനത്തിൽ കയറാനും തയ്യാറായില്ല. അങ്ങനെ ഷീജ ബൂത്തിൽ നിന്നിറങ്ങി നെടുങ്ങോം ചെറിയമ്മ സ്മാരക വായനശാലയുടെ അവിടെ വരെ നടന്നെത്തുകയും അവിടെ എത്തുമ്പോൾ നമ്മുടെ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവർ നേരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. അങ്ങനെ പോലീസ് അവരെ പിന്നീട് വീട്ടിലെത്തിക്കുകയാണ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ ഈ കാവുമ്പായുടെ പല പ്രദേശങ്ങളിലും UDF തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 16ാം വാർഡായ ചുണ്ടപ്പറമ്പിൽ UDFന്റെ പ്രവർത്തകർ ഇന്നലെയും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മദ്യസൽക്കാരം നടക്കുകയും അക്രമത്തിന് കോപ്പുകൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെരിക്കോട് വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥി പരസ്യപ്രചരണത്തിന് ശേഷം ഏകദേശം രാത്രി 10-10:30 ഐശ്ശേരി ഭാഗത്തുള്ള വീടുകളിൽ പണവും മദ്യവുമായി എത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. അവരെ അവരുടെ വീടുകളുടെ അടുത്തുള്ള നാട്ടുകാരെല്ലാം ചേർന്ന് പിടിക്കുകയും അങ്ങനെ അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ തന്നെ ഈ UDFന്റെ സ്ഥാനാർത്ഥി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ഇരിക്കൂർ MLA ആയിട്ടുള്ള സജീവ് ജോസഫിന്റെ വ്യക്തമായ ഇടപെടൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉയർന്ന ജനപ്രതിനിധി എന്ന നിലയിൽ, കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ ഈ സജീവ് ജോസഫ് MLA നടത്തുന്ന ഇത്തരം പിന്തിരിപ്പൻ സമീപനങ്ങളിൽ നിന്ന് പിന്മാറണം എന്നാണ് LDF നെടുങ്ങോം വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും അതേപോലെ തന്നെ സുരക്ഷിതത്വവും സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട നിയമപരമായി ബാധ്യതയുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇത്തരം ഗൂഢാലോചനയുടെ എല്ലാം പിന്നിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്തിരിയണം എന്നാണ്.